ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സമാധാനത്തിനെ കുറിച്ചാണ്. എനിക്ക് ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സമാധാനമാണ്. നമ്മളെത്ര പൈസ ഉണ്ടായിക്കോട്ടെ, നമ്മളെത്ര ഫെയിം ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ നമ്മൾ ചെയ്താലും ലൈഫിൽ എന്തൊക്കെ ചെയ്താലും അവസാനം നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ ഒക്കെ വേസ്റ്റാണ്. ലിറ്ററലി വേസ്റ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു പീസ് ഇല്ലാതെ നമ്മൾ ലൈഫ് ഡെയിലി കടന്നു പോകുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനതൊക്കെ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഒരാളോട് പ്രശ്നം ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഓഫ്കോഴ്സ് എനിക്കിപ്പോഴും എല്ലാ സമാധാനത്തോടുകൂടിയാണ് ഞാൻ എല്ലാം ചെയ്യണമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്താ പറയുക, നമുക്കൊരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ ലൈഫിൽ, ഓക്കെ കൂൾ, എല്ലാം റെഡി ആയിട്ട് പോകുന്നുണ്ട് എന്നൊരു തോന്നല്. അത് ഉണ്ടായില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. കാരണം എനിക്ക് തന്നെ എപ്പോഴും തോന്നാറുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ. ഇത് കുറേ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു തോന്നല്, ഇനി ഞാൻ മുന്നോട്ട് പോയാൽ എങ്ങനെ പോകും എന്നുള്ളൊരു തോന്നല്, ലൈഫിൽ എന്താ പറയുക, അടുത്തത് എന്താണ്, എൻ്റെ ലൈഫിൽ എന്തുണ്ടാവാൻ പോണേ എന്നുള്ളൊരു തോന്നല്, ഇതൊക്കെ എനിക്കൊരു പേടി പോലെ കിടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ ആ പ്ലാൻ എക്സിക്യൂട്ട് ആയില്ലെങ്കിലോ എന്നൊരു പേടി. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ വിചാരിച്ച പ്ലാൻ പോലെ എല്ലാ കാര്യങ്ങളും പോകണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിലേക്ക് എത്തില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറില്ല. നമ്മുടെ ഇപ്പോഴത്തെ രീതി ഇങ്ങനെ തന്നെയാണ്, ഇതേപോലെ തന്നെയാണ് ഇനിയും പോവുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഓരോരോ തോട്ട്സുകൾ. ചിലപ്പോൾ ഓവർ തിങ്കിങ് വേണമെങ്കിൽ പറയാം. കാരണം എന്തായാലും ഞാൻ പ്ലാൻ ചെയ്തത് ടൈം എടുക്കും, അതിനുള്ള സമയം ആയിട്ട് തന്നെ ഇല്ല. അതിന് ഇനിയും കുറേ നാളുണ്ട്. അതിന് കുറേ നാൾ നമ്മൾ പരിശ്രമം വേണം, കുറേ ഹാർഡ് വർക്ക് വേണം. പക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും, ഇതിങ്ങനെ ചെയ്തു പോയി ഇതാവുമോ എന്നുള്ളൊരു അപ്പോൾ സമാധാനക്കേടില്ലേ. അതാണ് നമ്മളെ സമാധാനം ഇല്ലാണ്ടാക്കണ പോലെയാണ്. ഞാൻ പിന്നീട് അതിനെ ചിന്തിച്ചെടുത്തത്, നമ്മൾ വേണം നമ്മുടെ സമാധാനം ക്രിയേറ്റ് ചെയ്യാൻ, അല്ലാണ്ട് വേറെ ഓപ്ഷനില്ല നമുക്ക്. നമ്മുടെ ചുറ്റുവട്ടം മൊത്തം എന്താ പറയുക, നമുക്ക് നടക്കാം, എന്താ പറയുക, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാവും നടക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വിചാരിച്ച പോലെയല്ല നടക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ കൂളായിരിക്കാനും സമാധാനം എങ്ങനെയും കണ്ടെത്താൻ നമുക്കൊരു ഐഡിയ വേണം. അതിപ്പോൾ സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ബുക്ക് വായിക്കുന്നതായിക്കോട്ടെ, പാട്ട് കേൾക്കുന്നതായിക്കോട്ടെ, കോമഡി വീഡിയോസ് കാണുന്നതായിക്കോട്ടെ, ഏതാണ് നിങ്ങൾക്കിത്. ചിലർക്ക് ഡാൻസ് കളിക്കുക, എനിക്ക് തോന്നുന്നു പേട്ട സിനിമയിലൊക്കെ അങ്ങനെ ഒരു സാധനം ഡാൻസ് കളിക്കുന്ന ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ പീസിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ട്. സോ ഡാൻസ് കളിക്കുന്നതായിക്കോട്ടെ, അത് നമുക്ക് ആ ടൈമിൽ റിലാക്സേഷൻ പോലെ കിട്ടും. അപ്പം എനിക്കതിപ്പോൾ സിനിമയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാറ്. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ പ്രോബ്ലംസൊക്കെ മറക്കും, കുറച്ച് നേരത്തേക്ക് ഫ്രീ ആവും. പിന്നെ ഫ്രണ്ട്സായിട്ട് ഇരിക്കും, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഫ്രണ്ട്സായിട്ട് തമാശയും പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു എന്താ പറയുക സമാധാനമുണ്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു എന്താ പറയുക എല്ലാം കിട്ടുമെന്ന് വെച്ചാൽ അറിയില്ല. ബട്ട് അതുള്ളത് ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു ടൈമിൽ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ പ്രോബ്ലംസ് ഓർക്കാറ് തന്നെ ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. മെയിനായിട്ട് സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ കാരണം നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക പീസ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ അർത്ഥമില്ലാതെ പോയിരിക്കും. നമ്മളിപ്പോൾ എന്ത് നേടിയാലും അതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം, എല്ലാം വേണം. ഒരു സമാധാനവും സന്തോഷവും ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ലൈഫ്. അല്ലാണ്ട് വെറുതെ എന്താ പറയുക, അല്ലെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടി ഇന്നാളിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ചെയ്യാം, ഇന്നാളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്, അപ്പോൾ ഇതൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സോട് ശരിക്കും തോന്നണം, ഇത് എനിക്ക് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ ശ്രമിക്കുക എല്ലാവരും. കാരണം അതൊരു ഈസി വേ അല്ല. ബട്ട് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവരും അത് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.